കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോണത്. അടിപൊളി ഒരു സർബത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഈ സർബത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിപൊളിയാണ്. ഈ ചൂട് സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വീട്ടിലിതേ മാങ്ങകൾ ഒരുവിധം പഴുത്തു. ഇനിയിപ്പോൾ അടുത്ത സെക്ഷനായിട്ട് പച്ചമാങ്ങകൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ താഴത്തെ പ്രാവശ്യം ഒരെണ്ണം നിൽക്കുന്നുണ്ട്, പച്ച മാങ്ങ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതന്നെ നമുക്ക് പൊട്ടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മൂവാണ്ട മാങ്ങയാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാൻ ഒരു മാങ്ങ പൊട്ടിച്ചിട്ടുണ്ട്. അധികം അങ്ങോട്ട് മൂത്തിട്ടില്ല. അങ്ങനത്തെ മാങ്ങയാണ് നമുക്ക് ഈ സർബത്ത് ഉണ്ടാക്കാൻ ആവശ്യം. അപ്പോൾ ഞാൻ മാങ്ങ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാങ്ങ നന്നായിട്ടൊന്ന് തൊലിയൊക്കെ ചെത്തി കഷ്ണങ്ങളാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചുണയൊക്കെ കളയാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴുകണേന് നമ്മൾ ചുണയൊന്ന് കളയണതിന് മുന്നേ ഞാനൊന്ന് തൊലി ചെത്തിയെടുക്കാമെന്ന് വെച്ചു. തൊലി ചെത്തിയിട്ട് നമുക്ക് കഴുകാമെന്ന് വെച്ചു. അപ്പോൾ ഭയങ്കര മൂർച്ചയുള്ള കത്തിയാട്ടെ. എനിക്ക് ഈ കത്തി കൊണ്ട് മാങ്ങ ഇതൊക്കെ ചെത്താൻ ഭയങ്കര പേടിയാണ്. നല്ല മൂർച്ചയാണ്. എപ്പോൾ എടുത്താലും ഈ കത്തി എന്തായാലും ചോരവെള്ളം കണ്ടിട്ട് ഇടങ്ങുള്ളൂ കേട്ടോ. കൈ എന്തായാലും മുറിയും. അപ്പോൾ ഞാൻ പതുക്കെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ചെറിയ ചെറിയ പീസാക്കി എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ മാങ്ങ പച്ചമാങ്ങ ആയ കാരണം അരയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കട്ടെ. അപ്പോൾ മാങ്ങ ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കസ്കസ് ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് കുതിരാൻ വയ്ക്കാം. 1 മിനിറ്റ് 2 മിനിറ്റ് മാത്രം മതി കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കസ്കസ് ഒന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ മാങ്ങ മൊത്തമായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുക്കാം. തോനെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കരയാണ്ട് എടുക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ഒപ്പത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് അരിപ്പയിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വെള്ളം എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് സോഡ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് അരച്ചിതാ കുറച്ച് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരിക്കാൻ വേണ്ടിയിട്ട് വെച്ചു കേട്ടോ. പിന്നെ ഞാനിതാ ഒരു ഗ്ലാസിൻ്റെ നമ്മുടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരിച്ച് വെച്ച ജ്യൂസ് മൊത്തമായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി നമുക്കത് കുലുക്കി സർബത്താണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കണത്. ഇനി നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് തണവിന് വേണ്ടിയിട്ട്. കുറച്ച് ഐസ് ക്യൂബ്സ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാനൊരു 4-5 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഇല്ലേ, കസ്കസും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എരിവിന് കുറച്ച് എരിവ് വേണമല്ലോ നമ്മുടെ സർബത്തിന്. അപ്പോൾ ഞാൻ ഒരു പച്ചമുളക്, അത് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ, അത് ഞാൻ നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മധുരം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ മധുരത്തിന് ഞാൻ കുറച്ച് നന്നാരി സർബത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണുള്ളൂ. അപ്പോൾ നന്നാരി ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ജാറൊന്ന് അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും അങ്ങോട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് അങ്ങോട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായി പിടിച്ച് നന്നായി ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ട ഫുള്ളായിട്ട് മിക്സ് ആവുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള സർബത്താണ് കേട്ടോ. അത് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇപ്പോൾ സർബത്ത് മറ്റേ നന്നാരി ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പഞ്ചസാര ഇട്ടിട്ട് ഇത് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ 2 ഗ്ലാസ് എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങനെ കുലുക്കിയാലാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള ഇത് ശരിയാവുള്ളൂ. കണ്ട അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. നമുക്ക് വീട്ടിലിപ്പോൾ മാങ്ങ എല്ലാവരും വീട്ടിലും കിട്ടുന്നതാണല്ലോ. കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി സർബത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഒന്ന് ജസ്റ്റ് എരിവിന് പാകത്തിന് ഇതിൽ എരിവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പച്ചമുളക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കുടിച്ച് നോക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.